എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 5-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ ജൂൺ 4-ാം തീയതിയോടെ വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അതത് സ്കൂളുകളിൽ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാതിരുന്നാൽ വിദ്യാർത്ഥികൾക്ക് അഥവാ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാതിരിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും ഒഴിവാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഈ ഒരു ജൂൺ 4-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സമയത്ത് ലിങ്ക് വരുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾ അതുപോലെ ജില്ല എന്നിവ നൽകിക്കൊണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തതുപോലെ തന്നെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്നുള്ളിടത്ത് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനോ ടെമ്പററി അഡ്മിഷനോ എടുക്കേണ്ടതാണ്. ഇനി ആരൊക്കെയാണ് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ മൂന്നാമത്തെ ഓപ്ഷനോ ഒക്കെ ആണ് കിട്ടുന്നതെങ്കിൽ താൽക്കാലിക അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഫീസ് അടച്ച് സർട്ടിഫിക്കറ്റും കൊടുത്ത് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. ടെമ്പററി അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർട്ടിഫിക്കറ്റ് മാത്രം നൽകുകയും ഫീസ് നൽകാതെ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ അതായത് അവിടെ അഡ്മിഷൻ നേടിയ ശേഷം പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ടെമ്പററി അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും ഇനി അതിനു താഴെയുള്ള 2, 3, 4 ഇതിൽ ഏതെങ്കിലും ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാൻ സാധിക്കും. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് ആ ഒരു കോഴ്സ് തന്നെ മതി, ഇനി ഒരു അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോഴ്സും എനിക്ക് വേണ്ട എന്ന് തോന്നുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഒരു ഉദാഹരണത്തിന് മൂന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യേണ്ടതാണ്. അതായത് വിദ്യാർത്ഥികൾ മൂന്നാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് കരുതുക, നിങ്ങളവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു, ഹയർ ഓപ്ഷൻസ് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് കരുതുക. അപ്പോൾ ആദ്യം ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് പുതിയ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ നേടേണ്ടതും ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനും അതിനു താഴെയുള്ള അതിനു താഴെയുള്ള മറ്റ് ഓപ്ഷനോ കിട്ടുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ടെമ്പററി അഡ്മിഷനും എടുക്കാൻ സാധിക്കും. ഈ ഒരു മറ്റു ഓപ്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താല്പര്യമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും നേടാം. അങ്ങനെയെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ ഹയർ ഓപ്ഷൻസ് ഉണ്ട് എങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിൽ കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് പുതിയ സ്കൂളിൽ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരികയും ചെയ്യുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും രണ്ടിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എവിടെയാണോ കൂടുതൽ താല്പര്യം അവിടെ അഡ്മിഷൻ നേടാവുന്നതാണ്. ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാതിരുന്നാൽ പിന്നീട് ഈ വർഷം ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനോ പിന്നീട് ഓപ്ഷൻ എഡിറ്റ് ചെയ്ത് അലോട്ട്മെൻറ്റിനായിട്ട് നൽകുന്നതിനോ സാധിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധ ഈ ഒരു അഡ്മിഷൻ നേടുന്ന കാര്യത്തിൽ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ മാത്രം കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്ത ശേഷം പിന്നീട് ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറാവുന്നതാണ്. രണ്ടിടത്തും കിട്ടിയുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കുക. രണ്ടിടത്ത് ഇഷ്ടപ്പെട്ട സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ പിന്നീട് ഈ വർഷം ഈ ഒരു അലോട്ട്മെൻറ്റിൽ എവിടെയും അലോട്ട്മെൻറ്റ് ഹയർ സെക്കൻഡറിയിൽ കിട്ടുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ഈ ഒരു അഡ്മിഷൻ നേടുന്ന സമയത്ത് പ്രത്യേക ജാഗ്രത ഇതിൽ പുലർത്തേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പിന്നീട് വരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് അപേക്ഷയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താൻ സാധിക്കുന്നതല്ല. ഒന്നുകിൽ ഹയർ ഓപ്ഷൻസ് വേണ്ടാത്തത് റിമൂവ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ
അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടാം. അഡ്മിഷൻ നേടാതിരുന്നാൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് ഹയർ സെക്കൻഡറിയിലേക്ക് പുതിയൊരു അപേക്ഷയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനോ സാധിക്കുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.